ഞങ്ങളുടെ കിച്ചണിലേക്ക് ഞങ്ങൾ കുറച്ച് പുതിയ സാധനങ്ങൾ മേടിച്ചത് കണ്ടാ. ഉള്ളിക്കൊട്ട അങ്ങനത്തെ കുറച്ച് വെറൈറ്റി സാധനങ്ങൾ ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഉള്ളിക്കൊട്ട ഞാനത് അറേഞ്ച് ചെയ്യാണ്, കാണിച്ചു തരാം ഗൈസ്. ഇത് ഇച്ചിരി ബുദ്ധി വേണം ഇതൊക്കെ അറേഞ്ച് ചെയ്യാൻ. ഇതിന് 3 കാലുള്ളൂ. അത് നമുക്ക് ലാസ്റ്റ് അറേഞ്ച് ചെയ്തിട്ട് കാണിക്കാം അവസാനം എല്ലാം കൂടെ. ഇപ്പൊ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങി എവിടൊക്കെയാണ് അത് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമുക്ക് ആഫ്റ്റർ റിസൾട്ട് കാണിക്കാം. അപ്പൊ ഇത് ഒരു സാധനം, അതായത് ഉള്ളി, സവാള, വെളുത്തുള്ളി, എന്തെങ്കിലും. ഇതൊക്കെ ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളാണ്. ഇത് ഞാൻ മേടിച്ച 4 ഗ്ലാസ് ആണ്. നമ്മുടെ ഫ്ലാറ്റ് ടൂർ ആയിരിക്കത്തില്ല, നമ്മൾ ഓരോരോ സെക്ഷൻ ആയിരിക്കും നമ്മൾ വീഡിയോ ഇടുന്നത്. ഇപ്പൊ ഇന്നിപ്പോ കിച്ചൺ സെഷനാണ് നമ്മൾ ചെയ്യുന്നത്. കിച്ചണിൽ എന്തൊക്കെയാണ് നമ്മൾ മാറ്റങ്ങൾ വരുത്തിയത്, എന്തൊക്കെയാണ് അവിടെ ഓൾറെഡി ഉണ്ടായിരുന്നത്, എന്തൊക്കെ നമ്മൾ മേടിച്ചു, അതൊക്കെയാണ്. അതെ. പിന്നെ ഗൈസ് ഇതെന്ന് പറഞ്ഞാല് പാത്രമൊക്കെ നമ്മൾ കഴുകിയിട്ട് നമ്മൾ ഇട്ട് വെക്കുന്ന ഒരു സാധനമാണ്. ഇതിനൊരു പ്രത്യേകത ഞാൻ ഓൺലൈനിൽ കണ്ടിട്ടുണ്ട്. ഇതിപ്പോ നമ്മൾ ഓഫ്ലൈൻ ആയിട്ടാണ് മേടിച്ചത്. ഇതെന്ന് പറഞ്ഞാ വെള്ളം ഒഴുകി താഴെ വീഴും, അതങ്ങ് കളഞ്ഞാൽ മതി. ഇത് ഞാൻ കൊറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്, ലിങ്ക് എന്നൊക്കെ ഇടുന്ന പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ കണ്ടപ്പോ അതായത് നമ്മുടെ അങ്ങനെ മേടിക്കാതിരുന്ന പറ്റത്തില്ല. ഇതാകുമ്പോ കാണുമ്പോ ഇതിന്റെ അടിയിലൊരു സാധനം ഉണ്ട്, ഇത് പൊടിയുണ്ട്, ഇതൊന്ന് കഴുകണം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതുണ്ട്, അടിയിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, മുകളില് ഇങ്ങനെ ഒരു ഇതുണ്ട്. തിരിച്ചോ ഇത് നമുക്കിങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കാം. ഈ സൈഡ് ഇങ്ങോട്ടേക്ക് വെക്കണം. കാണിച്ചു കൊടുക്കതേ. അപ്പൊ നമ്മളിപ്പോ പാത്രമൊക്കെ കഴുകിയിട്ട് നമുക്ക് ഇങ്ങനെ അങ്ങ് ഇട്ടാൽ ഇതിലൊക്കെ വെള്ളം ഉണ്ടാവത്തില്ലേ, ആ വെള്ളമൊക്കെ ഇപ്പൊ ഞാൻ കാണിച്ച എക്സാമ്പിൾ ഇതില് ഇങ്ങനെ വെള്ളമൊക്കെ ഉണ്ടാവും. അതൊക്കെ നിലത്തേക്ക് ഇറ്റിറ്റ് വീണ് ഇതിൽ കൂടെ അങ്ങ് പോകും. ഉള്ളിലത്തെ വെള്ളമല്ല, പാത്രത്തിലുള്ള വെള്ളം. എന്നിട്ട് ഉണങ്ങി കഴിയുമ്പോ അപ്പൊ ഇത് ഇങ്ങനെ വെക്കണം. നിനക്ക് സംഭവം മനസ്സിലായില്ലേ? ഇങ്ങനെയാണോ കാണികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്? ഇങ്ങനെയാ. അപ്പൊ ഇതാ ഇതിന്റെ യൂസ്. ഇതെന്ന് പറഞ്ഞാല് എന്താ നോക്കട്ടെ, കൊറേ സാധനങ്ങൾ മേടിച്ചേ. ഇത് കാസ്ട്രോൾ ആണെന്ന് തോന്നുന്നു. രാവിലെ ചൂടപ്പം, പുട്ട്, ദോശ, ഇടിയപ്പം, ഇഡലിയൊക്കെ ഇട്ട് വെക്കാനുള്ള നല്ല പൊളപ്പൻ കാസ്ട്രോൾ ആണ് ഗൈസ് നമ്മൾ അടുത്ത് കാണിക്കാൻ പോകുന്നത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്ന് തോന്നുന്നു. ഇതിന്റെ ലിങ്ക് വേണ്ടുന്നവർ നമ്മൾ ഷോർട്സ് ആയിട്ട് വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും കേട്ടോ. എന്തെങ്കിലും വേണോ നിങ്ങൾ കമന്റ് ചെയ്യണേ. ഇതെന്ന് പറഞ്ഞാൽ ഒരു കാസ്ട്രോൾ ആണ്. അത് നമ്മൾ പുതിയ കത്തി വെച്ച് പുതിയ കാസ്ട്രോൾ പൊട്ടിക്കാൻ പോകും. അതായത് ഗസ്റ്റിന് വരുമ്പോ വിളമ്പാനല്ല, ഞങ്ങൾക്ക് ഡെയിലി സാധനങ്ങൾ വിളമ്പാൻ വേണ്ടിയിട്ട് ഒരു കാസ്ട്രോൾ. അതാവുമ്പോ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് പോകുമ്പോ അസുറിന് ചൂടോടെ തിന്നാനും. അപ്പൊ ഇതിൽ എന്നിരുന്നാലും രാവിലെ എടുത്ത് തിന്നണം കേട്ടോ. ഇനി ഞങ്ങൾ മേടിച്ചത് ഇത് എനിക്ക് ചോറ്റുപാത്രമാണ്. എനിക്കിത് നാളെ പോലെ ഒരു സ്ഥലത്ത് കൊണ്ടുപോകണം കഴിച്ചത് എന്താന്നൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയും. അപ്പൊ അതൊരു ലഞ്ച് ബോക്സ് ആയിരുന്നു. പിന്നെ ഇത് ഗ്ലാസ്, അസറൂന് ചായ കുടിക്കുന്ന ഗ്ലാസ് ഉണ്ട്, ജ്യൂസ് കുടിക്കുന്ന ഗ്ലാസ് ഉണ്ട്. അസറൂന് വെള്ളം കുടിക്കാൻ ഒരു ഗ്ലാസ് വേണം പറഞ്ഞിട്ട് അത് മേടിച്ചാണ്. ഇതെനിക്ക് കറിപ്പാത്രം, കറിയൊക്കെ കൊണ്ടുപോകാൻ. ഇങ്ങനെ ചൂട് നിൽക്കുമല്ലേ. അപ്പൊ അത് എന്റെ സാധനങ്ങളായിരുന്നു. ഇനി ഇതെന്തുവാ? ഇത് ഗൈസ് നമ്മള് ഇറച്ചി ചിക്കനൊക്കെ കഴുകി വാരി വെക്കാനായിട്ട്. ചിക്കൻ ഇല്ല, കൂട്ടത്തിൽ ഉണ്ട് ചിക്കനൊക്കെ, ഫ്രൂട്ട്സും എല്ലാം ഉണ്ട്. അപ്പൊ കഴുകല വാരി കഴുകി വെക്കാൻ വേണ്ടിട്ട് ഒരു കൊട്ട ഗൈസ്. ഇത് മൊറ, പിന്നെ എന്തെങ്കിലും ഉള്ളിയൊക്കെ നന്നാക്കിയൊക്കെ ഇടാൻ. പിന്നെ ഇത് ഗൈസ്, ഇത് എനിക്ക് ഒരു ചൂടി ചെരുപ്പ്. എനിക്ക് ഫ്ലാറ്റിന്റെ അകത്തിടാൻ ചെരുപ്പില്ലേ, എനിക്ക് മാത്രമേ ഉള്ളൂ. അതെ, അപ്പോ അത് എന്നെക്കാട്ടും കൂടിയ ചെരുപ്പാണ് ഗൈസ് മേടിച്ചത്. പിന്നെ നമ്മളിപ്പോൾ മേടിച്ചത് ഗൈസ് ചിരവാണ്. എന്റെ ഉമ്മച്ചി വുഡിന്റെ ആണ് മേടിച്ചത്. ഇത് ഉമ്മച്ചി ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ ഗൈസ്. അതങ്ങനെ ഉമ്മച്ചി വുഡിന്റെ ആണ് മേടിച്ചത്. അപ്പൊ അസറ് പറഞ്ഞു ചിലപ്പോ മിക്ക ദിവസം അസറും ആയിരിക്കും തേങ്ങ ചിരവൻ ചാൻസ് കൂടുതൽ. അപ്പൊ ഞാൻ അസറൂടെ ഒരു കംഫർട്ടാണ് നോക്കിയത്, ചിരവയുടെ കാര്യത്തിൽ. അപ്പൊ വുഡ് മാറ്റി നമ്മൾ എന്താക്കി, ഇരുമ്പിന്റെ ആക്കി. ഇനി വ്യത്യാസമൊന്നുമില്ല, ലുക്കിലൊരു വ്യത്യാസമുള്ളൂ. അസറ് പറഞ്ഞ മരത്തിന്റെ വേറെന്തോ ഷേപ്പാ എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് എന്റെ അടുക്കള കൊണ്ട് ആരും ഭയക്കരുത്. ഇതൊക്കെ സാധനങ്ങൾ ഇപ്പൊ മേടിച്ചുകൊണ്ടോന്ന് അൺബോക്സ് ചെയ്യുന്നേ ഉള്ളൂ. ഇനി ഇതൊക്കെ ഒതുക്കി കഴിഞ്ഞ് ലാസ്റ്റ് ഞാനൊരു കിച്ചൺ ടൂർ കാണിച്ചു തരുന്നു. കിച്ചൺ മാത്രമേ ഉള്ളൂ കേട്ടോ, ഫ്ലാറ്റ് ടൂർ വേറെയാ.
ഇത് നമുക്ക് തൽക്കാലത്തേക്ക്, ഇത് നമ്മൾ ടെമ്പററി ആണല്ലോ, അപ്പൊ നമുക്ക് ഇപ്പൊ തൽക്കാലത്തേക്ക് ഇവിടെ വെക്കാം. ബിക്കോസ് നമ്മൾ ചിരവി കഴിഞ്ഞാൽ ഇതെടുത്ത് എവിടെയെങ്കിലും പാത്ത് വെക്കും. ബിക്കോസ് നമ്മുടെ എസ്തെറ്റിക്സ് ചേർത്തില്ല. ഇതിന്റെ കൂടെ ഫ്രീ കിട്ടിയാന്ന് തോന്നുന്നു. പിന്നെ ഗൈസ്, അസുർ പണ്ട് എൻ്റെ അടുത്ത് മേടിക്കാൻ പറഞ്ഞിട്ട് ഞാൻ അസുറിനെ വിലക്കിയ ഒരു സാധനം വരുന്നത്, എന്നിട്ട് അത് ഇല്ലാത്തതിന്റെ പേരിൽ ദുഃഖിക്കുന്ന സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊരു ബ്രഷാണ്. അതായത് നമുക്ക് മറ്റേ അപ്പൊക്കെ എന്റെ അസുറിന് അപ്പം ഭയങ്കര ഇഷ്ടമാണ്. എന്റെ അസുറിന് ഞാൻ ഇനി ആഴ്ചയിൽ 5 ദിവസം അപ്പം ഉണ്ടാക്കുമ്പോ ഇതെന്തിനാ ഉപയോഗിക്കുന്നത്? ദോശ ഉണ്ടാക്കുമ്പോഴാണ്. ദോശ ഉണ്ടാക്കുമ്പോ നെയ്യ് തേക്കാനല്ലേ ഇത് ഉപയോഗിക്കുന്നത്? അപ്പം ഉണ്ടാക്കുമ്പോ എന്തോ തേക്കാൻ? വെളിച്ചെണ്ണ തേക്കത്തില്ലേ? ഒന്ന് പോടിയ വെളിച്ചെണ്ണ ഇങ്ങനെയാണോ തേക്കുന്നത്? മറ്റേ സാധനം കിഴി വെച്ച് ഇങ്ങനെ. അതിന് പകരമായത് ആണോ? വെറുതെ തെറ്റിദ്ധരിച്ചു. ഇത് ഇങ്ങനെ നല്ലെണ്ണ ഉമ്മി മേടിച്ചു തന്നിട്ടുണ്ട്. ഇങ്ങനെ 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 കാണിച്ചാ മതി. അപ്പൊ അതിനാണ് ഇത്. ഉമ്മയാണോ മേടിച്ചത്? അല്ല, ഇതിപ്പോ നമ്മ പോയപ്പോ മേടിച്ചതാ. പിന്നെ അസുറിന് 2 ഫോർക്ക് വേണം എന്ന് പറഞ്ഞു. മാഗി തിന്നാൻ ഇവിടെ ഇല്ലാത്തപ്പോ. ഞാനുള്ളപ്പോഴായിരിക്കും ഇവൻ ഡെയിലി മാഗി തിന്നേണ്ടി വരുന്നത്. പിന്നെ നമ്മൾ കുറച്ച് മാർക്കറ്റ് ഇന്ന് ക്ലോസ്ഡ് ആയിരുന്നു സൺഡേ ആയിട്ട്. പക്ഷെ ഞങ്ങൾക്ക് അത്യാവശ്യം 2 ദിവസത്തേക്ക് വേണ്ട വെജിറ്റബിൾസ് ആദ്യമായിട്ടാണ് ഫ്രിഡ്ജിലേക്ക് വെജിറ്റബിൾസ് കയറാൻ പോകുന്നത്. ഞാൻ വെജിറ്റബിൾസ് ഒക്കെ വെക്കാനായിട്ട് ഒരു കണ്ടെയ്നർ സെറ്റ് മേടിച്ചിട്ടുണ്ട്. ഞാൻ അതിന്റെ ഒക്കെ ഷോർട്സ് ഞാൻ ചെയ്യാം. ഞാൻ കുറെ സാധനങ്ങൾ ഓൺലൈൻ മേടിച്ചിട്ടുണ്ട്. അതൊക്കെ പൊളി സാധനങ്ങളാണ്. ഞാൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മേടിച്ചതാണ്. ഇത് കുറച്ചുകൂടി ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഒക്കെ കണ്ടെയ്നേഴ്സിലേക്ക് ആക്കിയിട്ട് ഞാൻ വേറെ ഷോർട്സ് ചെയ്യാം. അപ്പം ചിലപ്പോൾ ലിങ്ക് ഒക്കെ വേണമെങ്കിൽ ഞാൻ ലിങ്ക് ഒക്കെ അതിൽ കൊടുക്കാം. ലോങ് വീഡിയോയിൽ ലിങ്ക് കൊടുക്കാൻ പറ്റില്ല. ഇതിലെന്തെങ്കിലും വേണം നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ, വിശദമായിട്ട്. അതെ. പിന്നെ ഞങ്ങള് അസറു എന്തോ മേടിച്ചേ? ചിക്കൻ അല്ലേ മേടിച്ചേ? ചിക്കനും വേറെന്തോ മേടിച്ചേ? കാട 45 രൂപ. അസറുവിന് കാടക്കോഴിനെ കൊല്ലണം. ഒരു വിചിത്രമായ. അല്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഈ കാടക്കോഴി കിടക്കുന്ന കണ്ടിട്ടുള്ളൂ. അതിനെ നമ്മൾ കൊല്ലുന്നതോ അല്ലെങ്കിൽ അതിനെ തൂക്കി കഴുകിയിട്ടേ. അപ്പൊ എനിക്ക് എളുപ്പമായി. കഴുകിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ കുറച്ചുകൂടി എളുപ്പമാണ്. എനിക്ക് എടുക്കുമ്പോ അങ്ങ് സ്പീഡിൽ കുക്ക് ചെയ്ത് പോവാലോ. പിന്നെ ഞങ്ങളൊരു ബക്കറ്റ് മേടിച്ചു. പറഞ്ഞാൽ ഇവിടെ ഞങ്ങൾ ഓൾറെഡി ലുലുന്ന് ഒരു ബക്കറ്റും കപ്പും മേടിച്ചു. അപ്പൊ അലക്കിയൊക്കെ കഴിയുമ്പോ ഞങ്ങൾക്ക് 2 പേരും ഒരുമിച്ചായിരിക്കും അലക്കുന്നത്. അപ്പൊ അലക്കി കഴിയുമ്പോ ഒരു ബക്കറ്റ് തികയത്തില്ല. അതുകൊണ്ട് ഒരു ബക്കറ്റ് എക്സ്ട്രാ മേടിച്ചു. പിന്നെ ഞങ്ങൾ പുതിയതായിട്ട് ഇന്നലെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചായിരുന്നു. പാത്രങ്ങൾ മേടിക്കാനുള്ളത്. അലുമിനിയത്തിൽ പോയി കുക്കറ്, ചായപാത്രം, ചീനച്ചട്ടി, മുട്ട പൊരിക്കുന്ന ഈ പാത്രം. എല്ലാം അലൂമിനിയം ആണല്ലേ? മുട്ട പൊരിക്കുന്ന പാത്രമൊക്കെ മേടിച്ചു. പിന്നെ വടിക്കല മേടിച്ചു. ചോറൊക്കെ വടിക്കുന്ന വടിക്കല. ഇതെല്ലാം ലുലു പോയപ്പോ ഈ ഡിസ്പെൻസർ മേടിച്ചു. മൈക്രോ ഫൈബർ ഭയങ്കര നല്ലയാട്ടോ. ഞാൻ മുന്നേ വീഡിയോ കൊല്ലത്തേക്ക് മേടിച്ചൊരു സാധനം ഉണ്ടായിരുന്നു, ബാംബൂടെ. പക്ഷെ അതിപ്പോ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. അതുകൊണ്ട് ഞാൻ ലുലു പോയി അത്യാവശ്യം 10 പീസ് മൈക്രോ ഫൈബർ എടുത്തത്. പക്ഷെ കൊള്ളാം, അടിപൊളിയാ. എത്രയാണ് നമ്മൾ വാങ്ങിയത്? അപ്പൊ ഇതെല്ലാം കൂടി സെറ്റ് ചെയ്തിട്ട് നമ്മൾ ആഫ്റ്റർ റിസൾട്ട് കാണിക്കുന്നതിന് അതിന് മുന്നേ നമ്മളെല്ലാം വാങ്ങി. ഒരു സാധനം ഒഴിച്ച് അടുക്കളയിലെ പ്രധാനമായിട്ടുള്ള ഗ്യാസ് വാങ്ങിയില്ല. ഗ്യാസേ ഇന്ന് സൺഡേ, ഇന്നലെ മേടിക്കണ്ടേയിരുന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇനി നാളെ രാവിലെ പോയി ഗ്യാസ് മേടിച്ചിട്ട് ഇന്ന് എന്തായാലും ഇവിടെ കുക്കിംഗ് തൽക്കാലത്തേക്ക് ഞങ്ങൾക്ക് ഒരു ഇൻഡക്ഷൻ കുക്കർ ഉണ്ട്. അതായത് ഇപ്പൊ ഇന്നിപ്പോ ഉച്ചയ്ക്ക് ഉമ്മിയൊക്കെ വന്നപ്പോ മന്തിയൊക്കെ മേടിച്ചായിരുന്നു. ഇത് രാത്രിത്തേക്കും നാളത്തേക്കും അത് ചൂടാക്കി തിന്നാം, ബാക്കിയുണ്ട്. അപ്പൊ നാളെ മുതലായിരിക്കും നമ്മൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ഫസ്റ്റ് കുക്കിംഗ് നാളെ രാത്രി ആയിരിക്കും ഇൻഷാ അല്ലാ. നമ്മളത് വേറെ വ്ളോഗ് ആക്കുന്നതാണ് എന്ത് കുക്കിംഗ് ചെയ്യുന്നത്. മിക്കവാറും ഞാൻ രാവിലത്തേക്കുള്ള രാത്രി കുക്ക് ചെയ്ത് വെച്ച് കിടന്ന് ഉറങ്ങും. അതാകുമ്പോ എനിക്ക് രാവിലെ കുറച്ച് അധികം നേരം ഉറങ്ങാമല്ലോ. ഇപ്പൊ തന്നെ ഓൾറെഡി നമ്മൾ 3-4 ദിവസത്തെ വ്ളോഗ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നാളെ മുതൽ കേട്ടോ. വേസ്റ്റ് ഇടാൻ വേസ്റ്റ് ബാസ്കറ്റ് ഇല്ലായിരുന്നു. പിന്നെ ഒരു വലിയ സാധനം മേടിച്ചു, കാണിച്ചില്ല. തുണി ഉണക്കുന്ന സ്റ്റാൻഡ്. ഞാൻ ഇവിടെ ഇട്ടാണ് തുണി ഉണക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ ചിലപ്പോ കാറ്റ് കാരണം താഴത്തേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ട് അസുർ കൈയോടെ ഒരു തുണി ഡ്രസ് പറയാതിരിക്കാൻ കൈയോടെ തുണി ഉണങ്ങുന്ന സ്റ്റാൻഡ് മേടിച്ചു. ഇത് കിഡിലെ സാധനമാണ്. ഇതിന്റെ ലിങ്ക് വല്ലതും കിട്ടുവാണെങ്കിൽ ഞാൻ ഷോർട്സ് ആയിട്ട് വേറെ ചെയ്യാം, ലിങ്ക് ഉണ്ടെങ്കിൽ മാത്രം. ഇതൊരു അടിപൊളി സാധനം എന്ന് പറഞ്ഞാൽ വലുത്. അതുകൊണ്ടാ ഇത്രയും നീളമുണ്ട്. ഇത്രയും വലുത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിരിക്കുന്നതൊക്കെ ചെറുതായിരുന്നു. ഇത്രയാണ് നമ്മൾ തൽക്കാലത്തേക്ക് മേടിച്ചിരിക്കുന്നത്. കിച്ചൺ
മൊത്തവും അടുക്കി പെറുക്കി വന്നപ്പോ ഇന്നലെ രാത്രിയായിരുന്നു, പിന്നെ കിടന്നുറങ്ങി. ഇപ്പൊ പിറ്റേ ദിവസം രാവിലെ എണീച്ചിട്ടാ ബാക്കി എടുക്കുന്നത്. നമ്മള് ഏകദേശം എല്ലാം അടുക്കി പെറുക്കി വെച്ചു. താഴത്തെ സാധനങ്ങളൊക്കെ അങ്ങനെ പാത്രങ്ങള് ഇതൊക്കെ അങ്ങോട്ടേക്ക് വെച്ചു. കാരണം വേറെ സ്റ്റോറേജ് സ്പേസ് ഇല്ല ഗൈസ്, ആകെ ഈ ഒരൊറ്റ സ്റ്റോറേജ് സ്പേസേ ഉള്ളൂ. ഇതിന്റെ അകത്ത് ഞാൻ മറ്റേ പൊടികളും സാധനങ്ങളൊക്കെ വെച്ചു. മുകളില് ചില്ലിന്റെ വെച്ചു. ചില്ലിന്റെതൊന്നും ഞാൻ താഴത്തേക്ക് വെച്ചില്ല, ഇനി കാലൊന്നും കൊണ്ട് പൊട്ടണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ അതൊക്കെ അവിടെ വെച്ചു. ബാക്കി പാത്രങ്ങൾ കംപ്ലീറ്റ് താഴെ വെച്ചു. പിന്നെ ഇത് ഗ്ലാസും ഇതൊക്കെ വെക്കുന്ന സാധനം. ഗൈസ് ഇനി മിക്സി വരും. എൻ്റെ ബ്രോ മിക്സി സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അപ്പൊ മിക്സി ഇന്നല്ലെങ്കിൽ നാളെ എത്തും. അപ്പൊ മിക്സി നമ്മൾ എവിടെയെങ്കിലും ഒക്കെ വെക്കും. 2 പ്ലഗ് പോയിന്റ് ഉണ്ട്, ഇഷ്ടമുള്ളടത്ത് വെക്കാം. ഗൈസ് ഇതാണ് ഞാൻ ഇന്നലെ പറഞ്ഞ ആ സാധനം. കണ്ട, ഞാൻ പാത്രം കഴിയിട്ട് വെക്കുമ്പോ ഇങ്ങനെ വെള്ളം ഇതിൽ കൂടെ ഇറ്റിറ്റ് വീഴും. ഉള്ളിൽ കൊട്ടയൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. മുകളിൽ വെളുത്തുള്ളി, താഴെ ചെറിയ ഉള്ളി, ഏറ്റവും താഴെ സവാള, ഏറ്റവും താഴെ തേങ്ങ. ഇനി ഈ സാധനങ്ങളൊക്കെ ടിന്നുകളൊക്കെ ഞാൻ ഓൺലൈനിലാണ് ഓർഡർ ചെയ്തത്. അപ്പൊ അതൊക്കെ 30-ാം തീയതി വരും, അതായത് നാളെ വരും അതൊക്കെ. അപ്പൊ ഇതൊക്കെ പൊട്ടിച്ച് അതിന്റെ അകത്തേക്ക് ഇട്ട് കഴിയുമ്പോ ഈ ഒരു സ്പേസ് അങ്ങ് കാലിയാവും. മോർണിംഗ് ടീ ആണ് അല്ലേ നമ്മളിവിടെ വന്നിട്ട്? നമ്മുടെ ആദ്യത്തെ മോർണിംഗ് ടീ ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ തുടക്കത്തിൽ കുറച്ച് ഇനീഷ്യലി നമ്മൾ പൈസ ഇറക്കി നമ്മൾ കുറച്ച് കിച്ചൺ അറേഞ്ച് ചെയ്തത്. അപ്പൊ ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുവാണെങ്കിൽ നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ കിച്ചൺ ടൂർ. ഇതോടുകൂടി നമ്മുടെ കിച്ചണിലെ കലാപരിപാടികളൊക്കെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോ